ഇതാണ് ഞാൻ പറഞ്ഞ കൊട്ടാരം. വാ. ഇതോ? ആ, ഇവരെ താമസിപ്പിക്കാൻ പറ്റിയ ഏറ്റവും സേഫായ സ്ഥലം ഇതാ. പുറത്തുനിന്ന് ഒരാളും ഡോക്ടറെ പിടിച്ചിങ്ങോട്ട് വരില്ല. ഹലോ ഏഞ്ചൽസ്. ഹായ് വിനോദ്, ഇതാണ് നമ്മുടെ 3 റോസസ്. സിമി മീനാക്ഷി ദേവി, ഒറ്റ തലയും 2 വാലും, ഒരു അപൂർവ സിദ്ധിയാ മോനെ. ഹലോ. ഹലോ. പിന്നെ ഇതിനകത്ത് കിടക്കണമെങ്കിൽ അവര് സമ്മതിക്കണം. അതുപോലെ ആരാ പുതിയ അതിഥി? തമ്പുരാട്ടി, ഇതെന്റെ സുഹൃത്താണ് വിനോദ്. ഇറങ്ങടോ. ഞാൻ അറിയാതെ ആരും ഈ വീട്ടിൽ പ്രവേശിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. തമ്പുരാട്ടി, ഇവൻ. എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. തമ്പുരാട്ടി. എന്താടാ, ഞാൻ വന്നത് പ്രശ്നമായോ? തമ്പുരാട്ടി ഒരു പ്രത്യേക ടൈപ്പാ. ഇപ്പൊ നമുക്ക് പോവാം. പോയേക്കാം അല്ലേ? പോട്ടെ, പോയിട്ട് വരാം. സോറിടാ. അവരെന്താ തമ്പുരാട്ടി ഭയങ്കര ദേഷ്യത്തിലാണ്. നീ ചെന്നൊന്ന് തണുപ്പിക്കാൻ. ഒന്ന് പോയി നോക്ക്. തമ്പുരാട്ടി, തമ്പുരാട്ടി. മീനാക്ഷി, മീനു, നിനക്ക് എന്താ പറ്റിയത്? അവിടെ പൂച്ചക്കണ്ണുള്ളൊരു പെണ്ണ് എന്നെ തുറച്ചു നോക്കി. പെണ്ണോ? നമ്മളല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലെന്നല്ലേ അവര് പറഞ്ഞത് മീനാക്ഷി? ഇനി ചിലപ്പോ അന്ന് കണ്ട വേലക്കാരന്റെ ഗോസ്റ്റേ ഭാര്യയുമായിട്ട് വന്നതായിരിക്കും. ദേവി, നിനക്കൊക്കെ തമാശ കേട്ടോ. മീനാക്ഷി, ഈ വീട് പ്രേതാലയോ മീനാക്ഷി? എനിക്കിപ്പോ തോന്നുന്നു ആ തമ്പുരാട്ടിയും. മൂന്നുപേരും ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. എനിക്ക് ഇഷ്ടമുള്ള കാലം വരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നല്ലേ ഞാൻ പറഞ്ഞത്? മതിയെ എനിക്ക്. ഞാൻ കാണുന്നു വരാൻ പോകുന്ന അനർത്ഥങ്ങളുടെ സൂചന. ആദ്യമായി എന്റെ രാശിപ്പലയിലെ കബഡികൾക്ക് കണക്ക് തെറ്റി. ഓജോ ബോർഡിന് തീ പിടിച്ചു. നിങ്ങളോടൊപ്പം ഏതോ ഒരു ദുരാത്മാവ് കടന്നുകൂടിയിട്ടുണ്ടൂടെ. മതി താമസിച്ചത്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. തമ്പുരാട്ടി, ഈ രാത്രി ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? അതൊന്നും എനിക്കറിയണ്ട. നാളെ നേരം എടുത്തിട്ട് ചാക്കോ വന്നിട്ട് പോയാ പോരെ? ഇനി ഒരു നിമിഷം പോലെ ഇവിടെ നിൽക്കണ്ട. നിന്നാൽ എനിക്ക് എന്റെ ജീവൻ കൂടി നഷ്ടപ്പെടും. വാടാ, നമുക്ക് ഇറങ്ങാം. ഇങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്നോന്നല്ലോ. ഒരു ത്രിപുര സുന്ദരി, അവരുടെ ബംഗ്ലാവും കണ്ടാലും മതി. സന്തോഷായി അമ്മച്ചി, സന്തോഷം. നിങ്ങൾക്ക് പ്രേതങ്ങളും ഈനാമ്പിച്ചായിട്ടല്ലേ കൂട്ട്. നിങ്ങൾ ഇങ്ങനെ പെരുമാറൂ. ചെല്ല്, അമ്മച്ചി പോയി ഓജോ ബോർഡിന് മുന്നിൽ ആത്മാക്കളാവായിച്ചിരുന്നു. 3 പെൺകുട്ടികളെ പാതിരാത്രിക്ക് ഇറക്കി വിട്ടിരിക്കല്ലേ? നാളെ ചിലപ്പോ ഞങ്ങൾ തന്നെ വന്നിരിക്കും പ്രേതങ്ങളായിട്ട്. നോക്കിക്കോ. മീനാക്ഷി, ചാക്കോയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മീനാക്ഷി. ആരും വേണ്ട, നമുക്ക് നമ്മൾ മാത്രം മതി. വടപ്പോ. അമ്മച്ചി ബൈ, ഗുഡ് നൈറ്റ്. ഇവരിങ്ങനെ പേടിച്ചാലോ?
ഭായ് ഞാനുണ്ട്, ആദ്യം എന്നെ വിശ്വസിക്ക്. എടാ വിശ്വാസക്കേടിന്റെ പ്രശ്നം അല്ല ഇത്. പിന്നെ ഇവരെവിടെ ചെന്നാലും അവിടെയൊക്കെ പ്രശ്നങ്ങളാ. ജിത്തുലാലിനെ മാത്രം പേടിച്ചിട്ടല്ല ഞാനിത് പറയുന്നത്. ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി വീട്ടിലും ഇപ്പൊ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാം ഒന്ന് ആറി തണുക്കുന്നത് വരെ ഇവരിവിടെ നിന്ന് മാറി നിൽക്കട്ടെ. നമുക്ക് ഉടനെ എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. പോണോ? പോവാം, പക്ഷെ ഒളിച്ചോട്ടല്ല, ഒരു പ്ലഷർ ട്രിപ്പ്. എന്താടാ? ഓക്കെ ഓക്കെ, സമ്മതിച്ചു. പക്ഷെ എവിടേക്കാ? നെല്ലിയാമ്പതി. എന്റെ ഫ്രണ്ടിന് അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ചുറ്റും കാടാ. ഹണ്ടിങ്ങും സ്വിമ്മിങ്ങും ട്രെക്കിങ്ങും ഒക്കെ ആയിട്ട് ഒരാഴ്ചത്തെ ഒരു അടിച്ചുപൊളി. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ എന്റെ കാറിൽ പോവാം. ഏയ്, കാറും ട്രെയിനൊന്നും വേണ്ട, നോ ലക്ഷറീസ്. ഓടുന്നതിന്റെ സുഖം കിട്ടണമെങ്കിലേ കാല് മണ്ണി തൊടണം. 3 റോസിന് ഒബ്ജക്ഷൻ വല്ലതും ഉണ്ടോ? നോ ഒബ്ജക്ഷൻ, വി ആർ റെഡി. ശരി, എങ്കിൽ ഇന്ന് തന്നെ പുറപ്പെട്ടുള്ളേ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ മല കയറുന്നു. ഓക്കെ? ഓക്കെ, Okay. ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാം. വാ. Come on. കുഴപ്പം വല്ലതും ഉണ്ടാകും? എന്ത് കുഴപ്പം? നീ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എടാ മോനെ ജിത്തു, കിട്ടിയടാ നമ്മളെ A1 3 റോസസ്. നീ കാട്ടിലേക്ക് വരാൻ റെഡി ആയിക്കോ. ശരി, ഓക്കെ, ഞാൻ എത്തിക്കൊള്ളടാ. ഓക്കെ.